ഇത് നമ്മുടെ 125-ാമത്തെ എപ്പിസോഡാണ്. ഞാൻ 2 തവണ അനൗൺസ് ചെയ്തിരുന്നു ഒരു വർക്കിൻ്റെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി ചെയ്യണമെന്നാണ് വിചാരിച്ചത്. കാരണം ആരെങ്കിലും സാരമായ പൈസ മുടക്കിക്കൊണ്ട് മറ്റൊരു അത് പാഷനല്ലാതെ ഒരു രീതിയിൽ സമീപിക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും പിന്മാറിയതുമൊക്കെ. എൻ്റെ കയ്യിൽ കംപ്ലീറ്റഡായൊരു സ്ക്രിപ്റ്റ്, ചാർട്ട്, നായികയും ഒരു അമ്മ കഥാപാത്രം, അതെൻ്റെ അമ്മ തന്നെയാണ് അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള കാസ്റ്റിംഗ് എല്ലാം പുതുമുഖങ്ങളാണ്. പിന്നെ ഒരു 5-6 ആകെ 9 ക്യാരക്ടറേ ഉള്ളൂ. ബാക്കിയെല്ലാം നായകനടക്കം ആരും കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വർക്കുണ്ട്. ഞാൻ ലൊക്കേഷനെല്ലാം കണ്ട് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളാണ്. ഒരു സോങ്ങുണ്ട്, അത് ചെയ്തു വെച്ചേക്കാണ്. ഒരു സ്റ്റണ്ടുണ്ട്, ഒരു 95 മിനിറ്റാണ്. അത് സിനിമയുടെ ദൈർഘ്യമുള്ള സെൻസറിങ്. പക്ഷേ ഞാൻ മൊബൈലിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വർക്കിന് ആരെങ്കിലും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആ വർക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഏതൊരു വർക്ക് ഞാൻ ചെയ്താലും അത് ഞാൻ വെളിച്ചം കാണിക്കും. അത് റിലീസാക്കും, മൊബൈലിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അത് ഐഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തിയേറ്ററിലും ആകാം. പിന്നെ സ്റ്റുഡിയോയുടെ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേനും വരുന്നതെല്ലാം ഒരു ഒരു ഉടായ്പ സെറ്റപ്പാണ്. ഒരു പ്രാവശ്യം കണ്ട് ഞാൻ ഇട്ടപ്പാണ് വരുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ ഒരു പക്ഷേ ഈ 50,000 രൂപയ്ക്ക് ഒരു പ്രതിഫലവും റിട്ടേൺ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആ സത്യസന്ധമായിട്ട് പറയുക. കാരണം എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ഈ ഇൻഡസ്ട്രി എനിക്ക് 32 കൊല്ലമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാൻ കാരണം. ചിലപ്പോൾ ഒരുപാട് പണം തിരിച്ചു വരും. ഇതെൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് പോലെ ഞാൻ കൊണ്ടു നടക്കുകയാണ്. ആ സ്ക്രിപ്റ്റിലോ ഒന്നിലും ഞാനൊരു ഒരു ഇത് വരുത്തില്ല. ഷൂട്ടിംഗ് ടൈമിൽ ഡയലോഗിൻ്റെ ഫ്ലുവൻസിക്ക് വരുന്ന മാറ്റവും ലൊക്കേഷനോ മഴയോ എന്തെങ്കിലും വന്ന് അങ്ങനെയല്ലാതെ കംപ്ലീറ്റ് ചാർട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാം വെച്ചേക്കുന്നതാണ് ഞാൻ. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവത്തിന് ആരെങ്കിലും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ, കാരണം എൻ്റെ ബന്ധങ്ങൾ വെച്ച് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് വേറൊരാൾ, അതായത് 95 മിനിറ്റ് അങ്ങനെ മൊബൈലായിരിക്കും. അങ്ങനെ അതിൽ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിറക്കും. ആരും ഹെൽപ്പ് ചെയ്തില്ല കൂടി. ചിലപ്പോൾ ഒരുപാട് റിട്ടേൺ വരും. ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വലിയ വർക്ക് എനിക്ക് അങ്ങോട്ട് സമീപിക്കാതെ ഇങ്ങോട്ട് വരും. അങ്ങനെ തന്നെ ഞാൻ ആദ്യം തുടങ്ങിയ വർക്ക് ചെയ്യുന്ന 28 വർക്കുകൾ ഞാൻ ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ഇലക്ഷനൊക്കെയുള്ള വാർഡുകളിലെല്ലാം എനിക്ക് 2-3 വാർഡുകളിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒഴിവാക്കി ഒരു മാസത്തിനകം ലൊക്കേഷൻ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശിട്ട് പോയി കണ്ട് ഞാൻ അവിടുത്തെ ഓരോ ലൊക്കേഷൻ്റെ എത്ര രൂപ എൻട്രൻസ് ഫീസാണെന്ന് പോലും ഷൂട്ടിംഗ് ഫീസാണെന്ന് പോലും കണ്ടു വെച്ചാൽ ഒരു 50. അങ്ങനെ ആരെങ്കിലും ഫാഷനബിളായിട്ട് ഇതിനകത്ത് നായകനടക്കം ഒരു ബാക്കി 3 ലേഡി ആർട്ടിസ്റ്റാണ്. അതിൽ നായിക കാസ്റ്റിംഗായി അവർക്കാണ് മെയിൻ പൈസ കൊടുക്കേണ്ടത്. അത്യാവശ്യം 3-4 വർക്കിലും പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. പിന്നെ നെഗറ്റീവായിട്ടുള്ള ഇതും നമ്മളെ കളിയാക്കുന്ന രീതിയിലും ഒന്നും ഒരു സംഭവം ഒരു തമാശ ആയിട്ടും ആരും സമീപിക്കരുത്. നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. ഞാനിങ്ങനെ അനൗൺസ് ചെയ്യുന്നു. കാരണം ഞാൻ കുറച്ച് സംഭവം കൂട്ടി വരികയാണ് പൈസ. അതുകൊണ്ടായിട്ട് എന്ന് ചെയ്യാനാണെന്നുള്ളൊരിതാണ്. കാരണം നമ്മുടെ ഇരിക്കുന്ന കഥ ആരും ഒരിക്കലും വേറൊക്കെ പറയാൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ മാക്സിമം ഇത് വെച്ച് ഞാൻ കഥ ആർക്കങ്ങനെ ഞാൻ പണ്ടൊക്കെ എല്ലാ കഥകളും കൊണ്ട് അഭിപ്രായമെങ്കിലും ആരോടും ചോദിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഈ കഥ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത വർക്കുകളും അങ്ങനെ ഒരാൾ സമീപിച്ചാൽ അതുപോലെ തന്നെ അത്രയുണ്ടായെങ്കിലും ഞാനൊരു അഭ്യർത്ഥന നടത്താണ്. ആർക്കെങ്കിലും കലയോട് ഒരു ആഭിമുഖ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഫേസ്ബുക്ക് ചാനലിൽ തന്നെയുണ്ട് എൻ്റെ ഒരു 10ഓളം ഷോർട്ട് ഫിലിം. അതിനകത്ത് ചിലതൊക്കെ ഞാൻ 1 രൂപ മുടക്കാതെ ചെയ്തതാണ്. 1 രൂപ പോലും. അതിനെയൊന്നും വിലയിരുത്തരുത്. അതിനകത്ത് നല്ല വർക്കുകൾ ഒരു 3-4 ഉണ്ട്. ഞാൻ വെളിയിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്ത വർക്കുകളാണ് കൂടുതലും നല്ല. അങ്ങനെ ഒരു 10-15 വർക്കുകളുണ്ട്. അതൊന്നും എനിക്ക് ഇതിനകത്ത് ഫേസ്ബുക്കിൽ ഇടാനൊക്കെയില്ല, കോപ്പിറൈറ്റ് അടിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിതിനകത്തൊരു കമൻറ്റ് ബോക്സ് ഇടണം. ഇതിനകത്ത് നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇതിലിട്ടുള്ളൂ. ഇത് ഇട്ടതിൽ ഒരാൾ തയ്യാറായി വന്നു. പക്ഷേ അത് കണ്ടിട്ട് വേറൊരാൾ
ആ നമ്പർ കണ്ട് വിളിച്ച് മുടക്കിക്കളഞ്ഞു. വേറൊരാളത് കണ്ടിട്ട് വിളിച്ച് മുടങ്ങിക്കളഞ്ഞു. അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ അയാൾ എന്നോട് സമീപിച്ചു, ഞാൻ പറ്റുകയില്ലെന്നും പറഞ്ഞ് ഈ നോർമൽ നല്ല രീതിയിൽ കലയോടുള്ള ഇതുകൊണ്ട് ഒരു നല്ല ഒരു വർക്ക് ചെയ്യണം. സ്ക്രിപ്റ്റൊക്കെ കണ്ടിട്ട് മതി. അത് ഈ പൈസ എങ്ങനെ ചിലവാക്കുന്നു, ഏത് ചിലവാക്കുന്നു അങ്ങനെയൊന്നുമല്ല. ഞാൻ ബഡ്ജറ്റ് കൃത്യമായിട്ട് ഇത്രയും എൻ്റെ ഹോൾഡ് വെച്ചാണ് ഇത്രയും ഈസി ആയിട്ട് ഇത്രയും പൈസ കുറച്ചും ചെയ്യാൻ പറ്റുന്നത്. വലിയൊരു ലക്ഷറി വർക്കായിട്ട് കൊടുത്തത് അന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ ക്രൂ മാത്രമേ കാണുകയുള്ളൂ. ഒരു കാരണോ അല്ലെങ്കിൽ പോകാനുള്ള ആളുകളെ കാണുകയുള്ളൂ. അന്നന്ന് വേണ്ടവർ ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം ഇന്ന ആർട്ടിസ്റ്റ് വേണം, അവർക്ക് വലിയ ചിക്കനും മട്ടനും പ്രതീക്ഷിച്ചാലും വരരുത്. സ്ക്രിപ്റ്റ് കാണുക, ചെയ്യുക. അതിനകത്തൊന്ന് തിരുത്ത് വരുത്താൻ വരുന്നവർ വരികയും വേണ്ട. എന്തെങ്കിലും നെഗറ്റീവ് ഇതോടുകൂടി വരരുത്. ഞാൻ കണ്ടിട്ടുള്ള പല 90% നെഗറ്റീവ് ഇതാണ്. പോസിറ്റീവ് പറഞ്ഞു വരുന്നവർ പോലും അവരുടെ ഉള്ളിൽ നെഗറ്റീവ് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ആരും ബന്ധപ്പെടും വേണ്ട. ഞങ്ങളുടെ ഫേസ്ബുക്കിലൊരു കമൻ്റ് ഇട്ടാൽ ഇപ്പോൾ എനിക്കൊരു വർക്ക് ചെയ്യാം. 32 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഫിലിം സ്റ്റഡി പഠിച്ചവരാണ്. എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒന്നും ഈ തൊട്ടടുത്ത് നോക്കിയാൽ ചുമ്മാ ഞാനിങ്ങനെ ഇതേക്കുറിച്ച് പറയുന്നതാണ്. ആദ്യം തൊട്ടടുത്ത് നോക്കിയാൽ എൻ്റെ എല്ലാ വർക്കുകളും കാണാം. എല്ലാ വർക്കുകളും ഒരു 10 വർക്ക് എനിക്ക് വേണ്ടിയുള്ളത്, കോപ്പിറൈറ്റ് അടിക്കാത്ത. അതൊന്ന് കാണാൻ ഞാൻ 2 ചാനലൊക്കെ വർക്ക് ചെയ്തതാണ്. ഏഷ്യാനെറ്റ്, പിന്നെ ചെമ്പരത്തിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിരുന്നു ഞാൻ. ഇതൊക്കെയാണ് പറയുന്നത്. തുളസിദാസ് സാറേയും ശശിശങ്കർ സാറിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റായിരുന്നു. പിന്നെ ഡോക്ടർ സാറിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിരുന്നു. ഇത് കോണ്ടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.